ഭാരത മണ്ണിൽ ചോരപ്പുഴയൊഴുക്കിയ ഭീകരർക്കെതിരെ കടുത്ത നടപടിയുമായി ജമ്മുവിലെ പ്രത്യേക എൻഐഎ കോടതി. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ലഷ്കർ ഇ ത്വയ്ബ സ്ഥാപകനും ആഗോള ഭീകരനുമായ ഹാഫിസ് സയ്യിദിനെതിരെ ഓപ്പൺ എൻഡഡ് നോൺ ബെയിലബിൾ വാറണ്ട് പുറപ്പെടുവിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ രാജ്യം നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഭാഗമായാണ് നടപടി. ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പാക് മണ്ണിലെ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ ഹാഫിസ് സയ്യിദിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ വഴി തുറക്കുന്നതാണ് ജമ്മു കോടതിയുടെ നിർണായക ഉത്തരവ്. പഹൽഗാം ഭീകരാക്രമണ കേസിൽ പ്രതിക്കെതിരെ കാലപരിധിയില്ലാത്ത ജാമ്യമില്ലാ വാറണ്ടാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രതിയെ പിടികൂടുന്നതിനുമുള്ള നടപടികൾക്ക് ഈ കോടതി ഉത്തരവ് കൂടുതൽ കരുത്ത് പകരും. 26 സാധാരണക്കാരുടെ ദാരുണമായ കൊലപാതകത്തിനിടയാക്കിയ 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹാഫിസ് സയ്യിദാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വാരം ജമ്മുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയുടെ ചുരുളുകൾ എൻഐഎ അഴിച്ചത്. ലഷ്കർ ഇ ത്വയ്ബയുടെയും അതിന്റെ നിഴൽ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെയും പരമാധികാരിയായ ഹാഫിസ് സയ്യിദ് നേരിട്ടാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്ന് എൻഐഎ വ്യക്തമാക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെയും UAPA നിയമത്തിലെയും കടുത്ത വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശാസ്ത്രീയമായ തെളിവുകളുടെയും അതിർത്തിക്കപ്പുറത്തെ ഭീകരബന്ധങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ എൻഐഎ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പാകിസ്ഥാൻ ഔദ്യോഗികമായി സംരക്ഷണം നൽകുന്ന ഈ ആഗോള ഭീകരനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുവാനും ഭാരതത്തിന്റെ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് വിദേശത്തൊളിച്ചാലും രക്ഷയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുവാനും ജമ്മു കോടതിയുടെ പുതിയ ഉത്തരവിലൂടെ സാധിക്കും. ജനം, ഡൽഹി.